മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഹദീസാ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരു കണ്ണീരിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്, ഒരിളക്കം കഴിഞ്ഞാൽ ഒരു കയറ്റമുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന് ഖുർആൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയമുള്ളവരെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പൊന്നുമോനുണ്ട്, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. പക്ഷേ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് മകനോട് വല്ലാത്ത സ്നേഹമാ. എവിടെ പോയാലും തന്റെ പൊന്നുമകന്റെ കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. വാപ്പയും മകനും വല്ലാത്ത സ്നേഹം. നാട്ടുകാര് പറയും ഇത് വല്ലാത്ത സ്നേഹമാണെന്ന്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു യാത്രയ്ക്ക് വേണ്ടി വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കെട്ടിപ്പിടിച്ച ചുംബനം കൊടുത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പെണ്ണെ, എന്റെ പൊന്നുമോനെ നല്ലതുപോലെ നോക്കള്, എന്റെ പൊന്നുമോനെ നീ നല്ലതുപോലെ നോക്കള്. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് തന്റെ ഭാര്യയുടെ കയ്യിലേക്ക് മകനെ പിടിച്ചു കൊടുക്കുകയോ. എന്നിട്ട് മനസ്സോട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി നടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മു സുലൈം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഭർത്താവ് കണ്ണുമറയുന്നത് വരെ നോക്കി നിന്നു. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു. എന്റെ പൊന്നുമോനൊരു പനി പിടിക്കുകയാണ്. പടച്ചവനെ, എന്ത് മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും പനി കൂടുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു പെണ്ണ് തന്റെ ചോരക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരുന്ന് കരയുകയാണ്. അവസാനം തന്റെ പൊന്നുമോന് രോഗം കൂടിയിട്ടെങ്ങ് മരണപ്പെടുകയോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോനങ്ങ് മരണപ്പെടുകയാണ്. ഉമ്മു സുലൈം തന്റെ പൊന്നുമോന്റെ മയ്യത്തെടുത്ത് മടിയിൽ വെച്ചിട്ടിരുന്ന് കരയുകയാ. അവസാനം സഹിക്കാൻ കഴിയുന്നില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കടന്നു ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, പോയി നബിയേ, എന്റെ പൊന്നുമോ പോയി നബിയേ. എന്ത് ചെയ്യണമെന്നറിയാതെ കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മു സുലൈം, ഇത് പടച്ച റബ്ബിന്റെ പരീക്ഷണമാ, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ. ക്ഷമിക്കും അല്ലാഹുവിന് ശുക്ർ ചെയ്യും. തന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ മരിച്ചെന്ന വാർത്ത റസൂലുള്ളാഹിയോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ക്ഷമിക്ക്, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാ, അൽഹംദുലില്ലാഹ് എന്ന് പറയും. തന്റെ പൊന്നാര മകൻ മരിച്ചുപോയി. അവസാനം ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ സമാധാനിപ്പിച്ചു. അവിടുന്ന് ചോദിച്ചു, നബിയേ, ഭർത്താവ് നാട്ടിലില്ല, എന്റെ ഭർത്താവ് വരുന്നത് വരെ എന്റെ മകന്റെ മയ്യത്ത് ഞാൻ കാത്തുവെക്കടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട, കബറടക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പൊന്നാര മകന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാ. ഉമ്മ തന്നെയാണ് പൊന്നാര മകനെ കുളിപ്പിച്ചത്. അവസാനം എന്റെ പ്രിയമുള്ളവരെ കഫം പൊതിഞ്ഞു കൊണ്ടുപോയി കബറടക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. ഭാര്യ മാത്രമാണ് വീട്ടിലുള്ളത്. പടച്ചവരെ, ഒരു പാതിരാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പാതിരാത്രി എഴുന്നേറ്റിരുന്ന് കരയുകയാണ്. കാരണം എന്തെന്നറിയുവോ? നാളെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയാ. പൊന്നുമകനെ വല്ലാതെ ജീവന തുല്യം സ്നേഹിക്കുന്ന വാപ്പയാ. മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല, തന്റെ പൊന്നുമോന് മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല. പടച്ചവനെ, എന്തേ ചെയ്യേണ്ടത്? തന്റെ ഭർത്താവിനോടെന്ത് മറുപടിയാണ് പറയേണ്ടത്? ഉമ്മു സുലൈം ഇരുന്ന് കരയുകയാണ്. അവസാനം പിറ്റേ ദിവസം കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ചു വീടിന്റെ കവാടത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തു നിൽക്കുകയോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരികയാണ്. ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ടു. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുകയോ. ഇതൊരു നല്ല ഭാര്യയുടെ അടയാളമോ? ഇതൊരു നല്ല ഭാര്യയുടെ അടയാളം.
അടയാളമാ. പടച്ചവനെ, ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചില്ല. യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് നമ്മുടെ പൊന്നുമോന് മരിച്ചെന്ന് പറഞ്ഞിട്ടാ മനസ്സ് വേദനിപ്പിച്ചില്ല. സലാം മടക്കി ചിരിക്കുന്ന മുഖത്തോടെ വീടിനകത്ത് കയറ്റി. അബൂ തൽഹ റളിയല്ലാഹു തആല അവിടുന്ന് ചോദിച്ചെന്റെ പൊന്നുമോൻ എവിടെ? ഉമ്മു സുലൈം. അവിടുന്ന് ഒരു കള്ളം പറയുകയാ. നമ്മുടെ പൊന്നുമോനൊരു സ്ഥലം വരെ പോയി. നമ്മുടെ പൊന്നുമോനൊരു സ്ഥലം വരെ പോയിരിക്കുകയാ. ഭർത്താവ് വീടിനകത്തേക്ക് കടന്നു വന്നു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു, കുളിക്കാൻ വെള്ളം കൊടുത്തു, ധരിക്കാൻ വസ്ത്രം കൊടുത്തു. ആകെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഉമ്മു സുലൈം ചിന്തിച്ചു, അല്ലാ, ഭർത്താവ് പോയിട്ട് നാളുകളായല്ലോ, എന്റെ ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ, എന്റെ ഭർത്താവിന് ആഗ്രഹമുണ്ടാകുമല്ലോ, സാധിച്ചു കൊടുക്കൽ എന്റെ കടമയാണല്ലോ പടച്ചവര്. എന്നിട്ട് തന്റെ പൊന്നാര മകൻ മരിച്ച വേദന മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ടു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മണിയറക്കകത്തേക്ക് വിളിച്ചു കയറ്റുകയാ. ഭർത്താവിന്റെ ആഗ്രഹം മുഴുവനും സാധിച്ചു കൊടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞു. ഭർത്താവിന്റെ നെഞ്ചത്തിങ്ങനെ ഉമ്മു സുലൈം കിടക്കുകയാ. ആ സമയത്താ ബുദ്ധിയുള്ള പെണ്ണ് ചോദിച്ചു, തൽഹ, ഒരു മനുഷ്യൻ അമാനത്തായി ഒരു വസ്തു നൽകി, ഒരാൾ അമാനത്തായിട്ടൊരു വസ്തു നൽകി, അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? അബൂ തൽഹ പറഞ്ഞു, പെണ്ണ്, അത് കൊടുക്കൽ നമ്മുടെ മേല് നിർബന്ധമാണല്ലോ, അമാനത്തായി തന്നതാണല്ലോ. പറയേണ്ട താമസം ഉമ്മു സുലൈം അങ്ങ് കരയാൻ തുടങ്ങി. അതുവരെ കടിച്ചമർത്തിയ വേദനകൾ മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ നെഞ്ചത്ത് കിടന്നിട്ട് പൊട്ടിക്കരയുകയാ. ആ ഭാര്യയുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോ ഉമ്മു സുലൈമിനോട് ചോദിക്കുന്ന, പെണ്ണ്, നീ എന്തിനാ കരയുന്നത്? എന്തിനാ പെണ്ണ് കരയുന്നത്? അവിടെന്ന് പറഞ്ഞു, തൽഹ, നമ്മുടെ പൊന്നുമോനങ്ങ് പോയി തൽഹ. അമാനത്തായി തന്ന നമ്മുടെ പൊന്നുമോന് അല്ലാഹു വന്ന് തിരിച്ചു വിളിച്ചു തൽഹ. റളിയല്ലാഹു തആല തളർന്നു പോവുകയാ. ഇടിത്തി വീഴുന്നത് പോലെയാണ് ആ വാർത്ത കേട്ടത്. കാരണം തന്റെ പൊന്നുമോന് മരിച്ചു പോയെന്ന് കേൾക്കുമ്പോ ഏത് വാപ്പയ്ക്കാ താങ്ങാൻ കഴിയാ. അവസാനം അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാ. ഏറ്റവും വലിയ വേദന എന്തെന്നറിയുമോ? അല്ലാഹുവേ, യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ലല്ലോ. അവസാനം സഹിക്കാൻ കഴിയാതെ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, അവളെന്നെ ചതിച്ചു നബിയേ, അവളെന്നെ വഞ്ചിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ തൽഹ? അവിടെന്ന് പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ മകൻ മരിച്ച വാർത്ത ഇവളെന്നോട് മറച്ചു വെച്ചു നബിയേ. എനിക്കിവള് ഭക്ഷണം തന്നു നബിയേ, ഇവളെന്റെ കൂടെ കിടപ്പറ പങ്കിട്ടു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽഹ, ഇതുപോലെ ഒരു ഭാര്യ അല്ലാഹു നിനക്ക് നൽകിയല്ലോ, ഇതുപോലെ ഒരു പെണ്ണിനെ തന്നില്ലോ. അബൂ തൽഹ, ഏത് ഉമ്മയ്ക്കാ തന്റെ പൊന്നാര മക്കള് മരിച്ചാ താങ്ങാൻ കഴിയോ? അവളെല്ലാം ഒറ്റയ്ക്ക് മറച്ചു വെച്ചല്ലോ. നീ അങ്ങ് പോയി, അവൾ ഒറ്റയ്ക്കായിരുന്നല്ലോ, സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ലായിരുന്നല്ലോ. എല്ലാം അവള് കടിച്ചമർത്തിയില്ലോ. എന്നിട്ട് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് നിന്നോട് പറഞ്ഞിട്ട് അവള് നിന്റെ മനസ്സ് വേദനിപ്പിച്ചില്ലല്ലോ. നിനക്ക് അവള് ഭക്ഷണം തന്നില്ലോ, നിന്റെ ആഗ്രഹം സാധിച്ചു തന്നില്ലോ. എന്നിട്ട് അവള് സമാധാനത്തോടുകൂടെയല്ലേ എല്ലാം പറഞ്ഞു തന്നത്. നിനക്കിതുപോലെ ഒരു നല്ല പെണ്ണിനെ കിട്ടിയില്ലോ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂ തൽഹ, ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിനക്കൊരു പൊന്നുമോനെ നൽകും. അബൂ തൽഹ, ഇല്ലാ യളമൽ ജസാ മഅ യളമൽ ബലാ.
ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ട്. അവിടുന്ന് തിരിച്ച് തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. എന്റെ പ്രിയമുള്ളവരെ, മാസങ്ങൾ കഴിഞ്ഞു. ഉമ്മു സുലൈമ ഗർഭിണിയാവുകയാണ്. പടച്ചവനെ, 9.5 മാസം കഴിഞ്ഞു. ഒരു പൊന്നുമോനെ പ്രസവിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു മകനെ കിട്ടുമെന്ന്. ഉമ്മു സുലൈമ ഒരു പൊന്നുമോനെ പ്രസവിച്ചു. കുഞ്ഞിന്റെ ശബ്ദം കേട്ടപ്പോ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, പെണ്ണ്, എന്റെ കുഞ്ഞിന് പാല് കൊടുക്കല്ലേ, എന്റെ മോന് പാല് കൊടുക്കല്ലേ. ഓടിച്ചപ്പോൾ തന്റെ ചോരക്കുഞ്ഞിനെ വാരി കിടത്തിയില്ല. ഹദറത്ത് റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. ചോരക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹു എനിക്ക് സന്തോഷം തന്ന നബിയേ, എനിക്ക് സമ്മാനം തന്ന നബിയേ. പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ തന്നെ ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു, മദീനം കൊടുത്തു, അബ്ദുല്ലാഹ് എന്ന പേരിട്ടു. എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ ഭാഗ്യമാ. അല്ലാഹുവിന്റെ റസൂൽ അബ്ദുല്ലാഹ് എന്ന പേരിടുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഈ പൊന്നുമകൻ ആരായെന്നറിയുവോ? അവിടുന്ന് വളരുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുകയാണ്. ഈ അബ്ദുള്ള എന്ന് പറയുന്ന പൊന്നുമോർ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. എന്റെ പ്രിയമുള്ളവരെ, പ്രായപൂർത്തിയായി, വിവാഹം കഴിച്ചു. 11 മക്കൾ ജനിച്ചു. 11 മക്കൾ ജനിച്ചു. ആ 11 മക്കളും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഒരു ദുഃഖത്തിന്റെ പുറകിൽ അല്ലാഹു ഒരു സന്തോഷം തരും. ഒരു ദുഃഖത്തിന്റെ പുറകിൽ അല്ലാഹു ഒരു സന്തോഷം തരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു നിനക്ക് ദുഃഖം തന്നിരിക്കുന്നതിന്റെ കാരണം നിനക്കൊരു നല്ലത് വരാ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകത്തിൽ നിന്ന് അല്ലാഹുവേ വിചാരണയില്ലാതെ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവരെ പരീക്ഷണം കൊടുക്കുന്ന സമയം ക്ഷമിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 11 മണിയായില്ലേ? 11:10 5 ആയില്ലേ? എത്ര മണിക്കാണ് നിർത്താന്ന് പറഞ്ഞത്? എപ്പോഴാണ് നിർത്താന്ന് പറഞ്ഞത്? 10 മണി ആയതേ ഉള്ളില്ലേ? എപ്പോഴാ 10:30 നിർത്താന്ന് പറഞ്ഞില്ലേ? 25 മിനിറ്റും കൂടെ ഉണ്ട്. ഒരു ബക്കറ്റ് പിരിവും നടത്തി ഒരു ദുആയും ചെയ്താൽ അതങ്ങ് തീരും. എന്ത് വേണപ്പാ? നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് കേൾക്കാൻ താല്പര്യമില്ലാത്തവരെ പോലെ ഇരിക്കുന്നു. മടുത്ത നിർത്തി ദുആ ചെയ്യാം. നിങ്ങൾ പറയും നിർത്തിയിട്ട് ദുആ ചെയ്യാം. നിങ്ങളുടെ ചോയ്സാ. എനിക്ക് 11:30 വരെ സമയമുണ്ട്. നിങ്ങളുടെ ആയുഷ് എന്താ വേണം? നിർത്തണോ ദുആ ചെയ്യണം? ഇല്ല, ഒരെണ്ണം കൂടെ പറഞ്ഞ ഒരു അരമണിക്കൂറും കൂടി ഇരിക്കാമെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടെ പറയാം. ഇരുന്നൂടെ? കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈ പൊക്കിക്കേ. ഈ മൈക്ക് സെറ്റുകാരന് പൈസ കൊടുക്കണം കേട്ടാ. നമ്മളെല്ലാരും കൂടെ ഓനെ വന്ന് സന്തോഷത്തോടെ വിട്ടേക്കണം കേട്ടാ. ഇരുന്ന് ചിരിക്കണം ചങ്ങാതി കൊള്ളത് ഞാൻ നിങ്ങളോട് ചോദിക്കും. ഈ മക്കൾ കൊടുക്കണ്ട, നിങ്ങൾ കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. പഞ്ചമ ബാധവ, നിനക്ക് ബർക്കത്ത് എന്താന്ന് അറിയത്തില്ല, അതാ കൈവക്കാത്ത. പൊക്കിക്ക മനുഷ്യക്ക് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. പൊക്കിയല്ല, നല്ലപോലെ പൊക്ക്. എന്തിനാ മടക്കണേ? സുബഹി കഴിഞ്ഞ് ഉറങ്ങല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും ഒന്ന് പൊക്ക്, മൊത്തം താത്ത. സുബഹി കഴിഞ്ഞ് ഉറങ്ങരുത്. ഉറങ്ങിയ ജീവിതം ഉറങ്ങിപ്പോകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല രസമാ സുബഹിക്ക് ശേഷം ഉറങ്ങാൻ. നല്ല രസമാണ് സുബഹിക്ക് ശേഷം ഉറങ്ങാൻ. ഇശ്റാഖ് വരെ ഉറങ്ങരുത്. ഉറങ്ങിയ നിന്റെ ജീവിതം ഉറങ്ങിപ്പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഭാര്യയെടുത്ത് പ്രത്യേകം പറയണം, സുബഹിക്ക് ശേഷം ഉറങ്ങരുതെന്ന്. ഉറങ്ങിപ്പോയാൽ പിന്നെ പോയി. ഉറങ്ങിപ്പോയാൽ ജീവിതം വല്ലാത്ത പ്രയാസത്തിലാ. അല്ലാഹു നമുക്ക് എല്ലാവിധ ഖൈറു ബർക്കത്തും ഐശ്വര്യവും അല്ലാഹു ചൊരിയുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ബക്കറ്റ് എടുത്ത് ഇനി വന്ന് അനിയനും കയറി ഇവിടെ ഇരുന്ന് ചങ്ങാതിക്ക് ഇരിക്കണവരെ കണ്ടിട്ട് സങ്കടം. ഇതും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോ ഇഴങ്ങി ഓടാൻ ആൾക്കാർ കാത്തിരിക്കാം.
ബക്കറ്റും കൊണ്ട് പോകുമ്പോ എഴുന്നേറ്റ് പോകാനൊരു വിഭാഗമുണ്ട്. അവരവിടെ ഇരിക്കട്ടെ അനിയ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് വരുമ്പോ എല്ലാരും ഒരു നല്ല സദക്ക ഇട്ടേക്കണം കേട്ടാ. നാളെ വാഴ കേൾക്കാനില്ല. നാളെ വാഴ കേൾക്കാൻ ഇല്ല. എവിടെ പോവാ? പള്ളിക്കുഴിയിൽ ഒരു കബർ വെട്ടാൻ സമയമായി. അള്ളാഹു നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ലൊരു യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കൂലേ? മരിക്കുന്ന ഉറപ്പുള്ളൊരു കൈബുക്ക്. പിന്നെ എന്താ നന്നാകാത്തെ? എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരിക്കുന്നു. പിന്നെന്താ നന്നാകാത്തെ? ഞാൻ ഇപ്പോഴെങ്ങും മരിക്കൂല്ലോ ഉസ്താദ്. അതാ വിഷയം. എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരിക്കുമെന്ന്. പക്ഷേ പിന്നെ നന്നാകാത്തത് ഇനിയും കുറച്ചു കാലം കൂടെ ജീവിക്കുമെന്നുള്ള ഒരു ധാരണ. ആരാ പറഞ്ഞ ഒരു കാലം ജീവിക്കുമെന്ന്? നാളെ നേരം വെളുപ്പിക്കുമെന്ന് ഉറപ്പുണ്ടോ? നാളെ നേരം വെളുപ്പിക്കൂല എന്ന് എല്ലാവർക്കും അറിയാം. എന്നായാലും മനസ്സിന്റെ കോണിൽ എവിടെയോ ഒരു പ്രതീക്ഷ, വയസ്സൊന്നും ആയില്ലല്ലോ, രോഗമൊന്നും ആയില്ലല്ലോ, എപ്പോഴെങ്കിലും പോകില്ല എന്ന്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളമുണ്ടോ? എന്ത് മനുഷ്യന്മാര് നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ ചോദ്യം ചോദിക്കണം, ഉണ്ടോ ഇല്ലേ? മരണത്തിന് വല്ല അടയാളമുണ്ടോ? ഉണ്ട്. ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ 3 വഴികളുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എത്ര അടയാളുണ്ട്? ഒരു മനുഷ്യന്റെ മരണം അടുത്തോ എന്നറിയാൻ 3 വഴിയുണ്ട്. പറഞ്ഞുതരട്ടെ. കേൾക്കണം. അത്രയ്ക്ക് ഈമാനുള്ളൊരു കൈവക്ക്. മരണത്തിന്റെ അടയാളം പൊക്കിയേ പറ്റൂ. പൊക്കിയില്ലെങ്കിൽ നിങ്ങൾ പൊക്കിയില്ലെങ്കിലും വരേണ്ട സമയത്ത് വരും. അപ്പൊ നിനക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞിട്ട് മലക്കുൽ മൗത്ത് തിരിച്ചൊന്നും പോകില്ല. ഒരൊറ്റ സെക്കൻഡ് ആ ചങ്ങാതിക്ക് തെറ്റൂല. ടൈമിംഗ് എന്ന് പറഞ്ഞ ടൈമിംഗാണ്. അങ്ങോട്ടുണ്ടാവൂല ഇങ്ങോട്ടുണ്ടാവൂല, കൊണ്ടുപോയിരിക്കും. അള്ളാഹു നല്ല യാത്ര നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒരു മനസ്സമാധാനത്തിന് പറയണ 3 അടയാളം ഒന്ന് കേട്ടോ. 1, വയത് കഴിഞ്ഞിട്ട് നേരെ പോണം. വയത് കഴിഞ്ഞിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പോകണം. ഖബർ കുഴിക്കാൻ സമയം അടുത്തോ എന്നറിയാനുള്ള 1ാമത്തെ വഴി യാക്കൂബ് നബിക്ക് അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത അടയാളം 3 അടയാളം. 1ാമത്തെ അടയാളം ബയാദു ശഅരിക ബഅദ സവാദി. പോയിട്ട് കണ്ണാടി നോക്കിക്കോ. തലയിലും താടിയിലും കറുത്ത രോമത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തത് കണ്ടാൽ ഖബർ വെട്ടാൻ സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തേ 1ാമത്തെ അടയാളം? പോയിട്ട് നോക്ക്. ഇവിടെയോ ഈ മുടികൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തതുണ്ടോ? ഉസ്താദിന് പിന്നെ വെളുത്തു. എല്ലാരും നോക്ക. മുടി നരയ്ക്ക, വെളുക്കാനൊന്നുമില്ല, എല്ലാം വെളുത്തു. ചിലര് പിന്നെ ക്ലീൻ ഷേവിങ് ചെയ്തിട്ട് വലിയ മോഡലിൽ നടക്കാം. ചിലര് പിന്നെ പിഴുതും വെട്ടിയും മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് വാപ്പ പള്ളിക്കുഴിയിൽ ഖബർ വെട്ടാൻ സമയം. ഇനിയെങ്കിലും ഒന്ന് നന്നാകും. ഇനിയെങ്കിലും നീ ഒന്ന് ജീവിക്ക. ചതിയും വഞ്ചനയൊക്കെ മാറ്റിയിട്ട് പോകാൻ സമയമായി. എപ്പോഴാന്നറിയില്ല. അടയാളം വരെ വന്നില്ലേ? കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്തവൻ പിന്നെ മുസ്ലിമാ. കണ്ടിട്ടും കൊണ്ടിട്ടും പഠിക്കാത്തവൻ. എന്റെ ഈ കള്ളത്തരങ്ങളും എല്ലാം നിർത്തിയിട്ടൊന്ന് നന്നാക്. ഖബർ വെട്ടാൻ സമയമായി. അത് 1ാമത്തെ അടയാളമാണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ തന്നെ ഏകദേശം തീരുമാനമായി. ഇനിയിപ്പോ സമാധാനത്തിന് 2 കൂടെ പറയാം. ചിലപ്പം വിചാരിക്കുമൊന്നും ഇല്ലല്ലോ. നിത്യമായിട്ടുള്ള രോഗങ്ങൾ, പ്രഷർ ഉള്ളവരെന്ന് കൈവെക്കാൻ പറഞ്ഞ എത്ര കാണും. ഷുഗർ, കൊളസ്ട്രോൾ എല്ലാരും ഉണ്ടല്ലേ? അതൊക്കെ അടയാളമാണ്. 3ാമത്തെ അടയാളം പഴയതുപോലെ ഓടാനും ചാടാനൊന്നും വയ്യ. ജോയിന്റുകൾക്കൊക്കെ വല്ലാത്ത വേദന. കസേരയിൽ ഇരുന്നിട്ടാ നിസ്കാരം. പാപ്പച്ചി ഖബർ വെട്ടാൻ സമയമായി. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 3 അടയാളങ്ങൾ അത് മരണത്തിന്റെ അടയാളമാണ്. അള്ളാഹു തയ്യാറെടുക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാരിരുന്ന് ചിരിക്കുന്നു, ഉസ്താദേ ഇത് 3 എനിക്കില്ല. എടാ ഇത് വേണോന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടാ. ഈ 3 അടയാളം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കണ്ടിട്ടില്ല? രാവിലെ ചിരിച്ചുകൊണ്ട് ബൈക്കിൽ പോകും, പിന്നെ ആംബുലൻസിൽ കൊണ്ടുവന്ന് വീടിന്റെ മുറ്റത്ത് വെക്കും. ഓൻ എന്തടയാളം? ഒരടയാളവും ഇല്ല. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ആരാര് തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ, കണ്ട പരിചയം പോലും കാണിക്കാത്ത പരലോകമുണ്ടല്ലോ. ഒരു പെണ്ണ് പ്രസവിച്ചാൽ പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്.
വേദനയാണെന്ന് പറയുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു അന്ന് പ്രസവിച്ച വേദന അറിയില്ല എങ്കിൽ അതെന്ത് ദിവസമായിരിക്കും പെങ്ങള്? പിഞ്ചു കുഞ്ഞുങ്ങള് പേടിച്ചിട്ട് മുടിയങ്ങ് നരച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹുവേ, പാല് കൊടുക്കുന്ന ചോരക്കുഞ്ഞിനെ ഉമ്മ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന ഒരു ദിവസമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, സ്വന്തം വാപ്പയെ കാണിച്ചിട്ട് മക്കള് പറയുന്നു അല്ലാ, എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ തെറ്റുകൾ മുഴുവനും എന്റെ വാപ്പയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കള് പറയുന്ന ഒരു ദിവസമുണ്ട്. ചെപ്പിച്ച തറയിൽ നിന്ന് കാല് പൊള്ളിയിട്ട് സഹിക്കാൻ കഴിയാതെ ചുമ്മാനെ കാണിച്ചു കൊടുത്തിട്ട് മക്കള് പറയുന്നു അല്ലാ, എന്നെ കൊണ്ട് പറ്റുന്നില്ല പടച്ചവര്, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി താല്ലാ, എനിക്ക് പാല് തന്ന എന്റെ ഉമ്മ നെഞ്ചത്ത് കിടത്തി എന്നെ വളർത്തിയ ഉമ്മയൊന്ന് മലത്തി കിടത്തിത്താ, അവരുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ റബ്ബേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ രണ്ടാമത്തെ ദിവസം രക്ഷപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ വിചാരണ വേളയില് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? അതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള്, നാളെ നീ കബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ പടച്ചവനെ സ്വർഗത്തിലെ വസ്ത്രവുമായി ഒരാള് നിന്റെ കബറിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പടച്ചവരെ, കബറിന്റെ മുകളില്, നിന്റെ കബറിന്റെ മുകളിൽ സ്വർഗത്തിലെ വസ്ത്രം കൊണ്ടൊരാള് വന്ന് കാത്തു നിൽക്കുകയാ. പടച്ചവനെ, നീ കബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ നിന്നെ വിളിച്ചുണർത്തിയിട്ടാ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയാണ്. എന്നിട്ട് ചെറുപ്പക്കാരാ, നിന്റെ കയ്യിൽ പിടിച്ച് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെന്ന് പറയുന്നു അല്ലാ, ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നിന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ടു നിനക്ക് സ്വർഗം തരണേ എന്ന് പടച്ചറപ്പിനോട് പറയുകയാ. എന്നിട്ടതാ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുവിടുന്ന ഒരു കൂട്ടുകാരനുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആന. നഹ്നു നഹ്ഫദുൽ ഖുർആന ഇലാ വജ്ഹില്ലാഹ് വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതി വരുന്നല്ലോ, ഖുർആനെ സ്നേഹിച്ചവരുണ്ടല്ലോ, ഖുർആനെ പഠിപ്പിച്ചവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഖുർആനെ പ്രചരിപ്പിക്കുന്നവരുണ്ടല്ലോ, അവര് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമുക്കാർക്കാ ഖുർആനോട് സ്നേഹമുള്ളത്? ആരാണതിനെ പരിഗണിക്കുന്നത്? ആരാണത് ഓതുന്നത്? ആരാത് പഠിപ്പിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി വഅദ് കേൾക്കാമെന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ചോദിക്കട്ടെ, ഇന്ന് വഅദിന് വരുന്നതിന് തൊട്ട് മുമ്പ് നമസ്കരിച്ച സമയത്തല്ലാതെ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും ഓതി എത്ര പേരുണ്ട്? ഇന്നത്തെ ദിവസം ചിന്തിക്കും മനുഷ്യ, ഇന്നത്തെ ദിവസം നിസ്കരിച്ച സമയത്തല്ലാതെ ഈ വഅദിന് വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളുണ്ടല്ലോ. ഏറ്റവും വലിയ അധ്യായം സൂറത്തുൽ ബഖറയാ. ഏറ്റവും ചെറിയ അധ്യായ സൂറത്തുൽ കൗസറ. പടച്ചവനെ, ഈ 114 അധ്യായങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഓതിയവരെന്ന് കൈവക്കാൻ പറഞ്ഞ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളിൽ അധികം പേരും അതിന് ധൈര്യമില്ലാത്തവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്കെന്തേ പറ്റിയത്? നീ പത്രം വായിക്കാൻ മറക്കാറില്ലല്ലോ, നീ ഭക്ഷണം കഴിക്കാൻ മറക്കാറില്ലല്ലോ, നീ കുളിക്കാൻ മറക്കാറില്ലല്ലോ, നിന്റെ മറ്റുള്ള ആവശ്യങ്ങൾ നീ മറക്കാറില്ലല്ലോ. പക്ഷേ നിന്റെ വീടിന്റെ ഐശ്വര്യമായ ഒരു കാലത്തും നിന്നെ കൈവിടാത്ത പരിശുദ്ധ ഖുർആനുണ്ടല്ലോ. ദുനിയാവിലെ ജീവിതത്തില്, മരണത്തിന്റെ വേളയില്, ഖബറിനകത്ത്, പരലോകത്ത്, അല്ലാഹുവേ സിറാത്തില്, മീസാനില്, അവസാന
സ്വർഗത്തിന്റെ ഉള്ളറയിൽ നിന്റെ രണ്ട് കാലും വെച്ചതിന് ശേഷം മാത്രമേ ഖുർആൻ നിന്നെ കൈവിടൂ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ എന്ത് പറ്റി സഹോദരാ, എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ ഖുർആൻ നിനക്ക് എന്തേ പൊന്നുമോളെ മനസ്സിലാക്കാൻ കഴിയാത്തത്? എത്രയോ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നവരാ മരണത്തെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, സിറാത്തിനെക്കുറിച്ച്, മീസാനിനെക്കുറിച്ച് അല്ലാഹുവേ പീഡിപ്പിക്കുന്ന എത്രയെത്ര ആയത്തുകൾ ഞാനും നിങ്ങളും കേൾക്കുന്നവരാ. പക്ഷേ മാറ്റമില്ലല്ലോ, മാറ്റമില്ലല്ലോ. എത്രയോ ചരിത്രങ്ങൾ ഞാനും നിങ്ങളും കേൾക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയില് പണ്ടൊക്കെ കുടിലായിരുന്നെങ്കിലും ഒരു സമാധാനമുണ്ടായിരുന്നു. പണമില്ലെങ്കിലും വാഹനമില്ലെങ്കിലും AC ഇല്ലെങ്കിലും കിടക്കാ സ്ഥലമില്ലെങ്കിലും ആ കൂരയ്ക്ക് കീഴിൽ എന്തൊരു സന്തോഷവും സമാധാനവുമായിരുന്നു. പക്ഷേ ഇന്ന് AC യുള്ള റൂമുണ്ട്, 10 പേർക്കല്ല 20 പേർക്ക് ഒരുമിച്ച് കിടക്കാൻ കഴിയുന്ന വിശാലമുള്ള റൂമോ. പക്ഷേ സമാധാനമില്ലല്ലോ, സമാധാനമില്ലല്ലോ, സന്തോഷമില്ലല്ലോ, തൃപ്തിപ്പെടാ കഴിയുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? പണ്ട് നിന്റെ വാപ്പയും ഉമ്മയും കഞ്ഞിയും പയറും തിന്നിട്ടാണ് കിടക്കുന്നതെങ്കിലും അവര് ഖുർആൻ ഓതുമായിരുന്നു. വാപ്പോ, അത് കണ്ടിട്ടല്ലേ നീ വളർന്നത്, അത് കണ്ടിട്ടല്ലേ നീ വളർന്നത്. നിങ്ങളെ നിന്റെ ഉമ്മ അന്ന് പടച്ചവനെ കരണ്ടില്ലായിരുന്നല്ലോ, കത്തിച്ചു വെച്ച വിളക്കിന്റെ ചുവട്ടിൽ നിന്നെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് നിന്റെ ഉമ്മ യാസീൻ ഓതിത്തരുമായിരുന്നല്ലോ. ഇതെല്ലാം കണ്ടുപിടിച്ച പെങ്ങളുണ്ടല്ലോ. ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞാ ഖുർആൻ ഓതുന്ന ഏത് വീടാ വാപ്പാ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ഏത് വീടാ? പടച്ചവനെ മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഖുർആൻ ഓതാനുള്ള സമയമാ. അപ്പോഴല്ലേ സജദ ഓതേണ്ടത്, അപ്പോഴല്ലേ വാക്യ ഓതേണ്ടത്, അപ്പോഴല്ലേ മുൽക്ക് ഓതേണ്ടത്, അപ്പോഴല്ലേ മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതേണ്ടത്. പ്രിയമുള്ളവരെ, ഈ പുണ്യമായ സമയത്ത് പടച്ചവരെ ജീവിയുടെ മുന്നിൽ ഇരുന്നിട്ട് പണത്തിന് വേണ്ടി അഭിനയിക്കുന്ന ഒരു പെണ്ണിന്റെ കണ്ണീര് കണ്ടിട്ട് പൊട്ടിക്കരയുന്ന ഉമ്മ, എന്തു പറ്റിയുമ്മ? നിന്റെ ഈമാൻ നീ എവിടെ കൊണ്ട് പണയം വെച്ചു? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയോട് പറയണമടാ, ഒരിക്കലെങ്കിലും ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയണം, പെണ്ണ് ഒരു സൂറത്തെങ്കിലും നിന്റെ നാവ് കൊണ്ടും ഓതുമോളെ. അല്ലാഹുവേ, ബഖറ മുതൽ നാസ് വരെ 114 അധ്യായങ്ങളിൽ ഒരു ചെറിയ സൂറത്തെങ്കിലും നിന്റെ നാവ് കൊണ്ടും ഓതു പെണ്ണ്. കേൾക്കാനുള്ള കൊതി കണ്ട പെണ്ണുമോട് ഭർത്താവ് ഭാര്യയോട് പറയണം, ഒരു സൂറത്തെങ്കിലും ഓതാൻ. പടച്ചവനെ, ഭാര്യ ഭർത്താവിനോട് പറയണമിക്കാ, ഒരു സൂറത്തെങ്കിലും നിങ്ങൾ ഓതുക്കോ. അത് കേൾക്കാനുള്ള കൊതി കണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ജീവിതമെന്ന് പറഞ്ഞാലതാ, ജീവിതമെന്ന് പറഞ്ഞാലതാ. പടച്ചവനെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമോ? രാവിലെ വീട്ടിൽ നിന്ന് പടച്ചവനെ ഇന്നലെ രാത്രി 17 മണിക്ക് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു ചെന്നു. പടച്ചവനെ, രാവിലെ വയലിന് വേണ്ടി ഇറങ്ങുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യ വല്ലാത്ത കരച്ചലാ. കാരണം എന്തെന്നറിയുവോ? ഇന്നെന്റെ വിവാഹം കഴിഞ്ഞിട്ട് 4ാമത്തെ വർഷം തികയുന്ന ദിവസമാ. ഇന്നെന്റെ വിവാഹ വാർഷികമാണ്. പടച്ചവനെ, അവൾ എന്നോട് ചോദിച്ചു, വിവാഹത്തിന്റെ അന്നത്തെ ദിവസം മാത്രമേ ഇക്കയെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇന്ന് 3ാമത്തെ വർഷമാണ്. എല്ലാ ദിവസവും എല്ലാ വർഷവും ഈ ദിവസം ഇക്ക വഅദിന് പോകുന്നല്ലോ. രാവിലെ ഇറങ്ങുമ്പോ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ സുമയ്യ, എല്ലാവരും വിവാഹത്തിന്റെ വാർഷികം അടിച്ചു വിളിക്കുമ്പോ പെണ്ണേ, നീ എത്ര വലിയ ഭാഗ്യവതിയാണ്. പടച്ചവനെ, മജ്‌ലിസിൽ 100 ബദരീങ്ങളെ കുറിച്ച് പറയുന്ന അല്ലാഹുവേ, ആ സദസ്സിൽ നിന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുമല്ലോ. അതിനെക്കാളും എന്ത് ഭാഗ്യമാ നിനക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വരുമ്പോ ഞാൻ എന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രമുണ്ട്. അല്ലാഹുവേ, പൊട്ടിക്കരഞ്ഞ ഭാര്യയോട് ഞാൻ പറഞ്ഞു
കൊടുത്ത ഒരു ചരിത്രമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി ഒരുമിച്ച് കൂടിയ ഭർത്താക്കന്മാരോട്, ഭാര്യമാരോട്, എന്റെ പ്രിയമുള്ളവരെ, ആ ചരിത്രം ഏതെന്നറിയുവോ? നീ നിന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ, നീ നിന്റെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കണം പെണ്ണ്. സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്ന ഭാര്യയോട് പറഞ്ഞു കൊടുക്കാരാ. ഏത് ചരിത്രമെന്നറിയുമോ? റബീഅത്ത് ബിൻ അസ്ം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവേ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ റബീഅത്ത് ബിൻ അസ്ം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഓതുന്ന സൂറത്ത് ഏതെന്നറിയുമോ? സൂറത്ത് യാസീൻ ഇങ്ങനെ ഓതുകയാണ്. വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ ലറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിൽ ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെയും മക്കളുടെയും കയ്യിൽ പിടിച്ചിട്ടു അവര് നാളെ കുടുംബസമേതം നാളെ പടച്ചവന്റെ സ്വർഗ്ഗത്തിൽ സ്വർണ്ണത്തിന്റെ ചാരുകസേരയുടെ മുകളിൽ ഇരുന്നിട്ട് ഒരു ഭാര്യയും ഭർത്താവും മക്കളും ഇങ്ങനെ ഇരുന്ന് സുഖിക്കുകയാ. സ്വർഗ്ഗത്തിലേക്ക് പടച്ചവനെ സ്വർഗ്ഗത്തിലെ ഹൂറിലീകളായ പെണ്ണുങ്ങൾ അവരുടെ ചുറ്റുഭാഗം മുഴുവനും കൂടി നിൽക്കുകയാണ്. സ്വർഗവാസികൾ മുഴുവനും അവരെ അത്ഭുതത്തോടെ നോക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന സർവ്വ മലക്കുകളും ഈ ഭാര്യയെയും ഭർത്താവിനെയും നോക്കിയിട്ടു അവര് പോലും പറയുന്നു സലാം. എല്ലാവരും അവനെ ബഹുമാനിക്കുകയോ, എല്ലാവരും അവനെ ബഹുമാനിക്കുകയോ. എന്റെ പ്രിയമുള്ളവരെ, റബീഅത്ത് ബിൻ അസ്ം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, വിവാഹം കഴിച്ചിട്ടില്ല, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന പണ്ഡിതനോ, ഈ ആയത്തങ്ങ് പോലും കഴിയുമ്പോ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു, അല്ലാഹ് എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ ആരാ തമ്പുരാനേ? എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണ് പടച്ചവര്? എനിക്ക് അവളെ ദുനിയാവിൽ വെച്ച് കാണിച്ചു തരണേ അല്ലാഹ്. എനിക്ക് ദുനിയാവിൽ വെച്ച് കാണണം, എന്റെ സ്വർഗത്തിലെ മണവാട്ടി എനിക്ക് കാണണം. റബീഅത്ത് ബിൻ അസ്ം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അന്ന് പാതിരാത്രി തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കാണിച്ചു കൊടുക്കുകയാ. ആരെയാ കാണിച്ചു കൊടുത്തതെന്നറിയുമോ? മൈമൂനത്തുൽ മിസ്രിയ. എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ആ പേരാരാണെന്നറിയില്ല, മൈമൂനത്തുൽ മിസ്രി ആരാണെന്നറിയില്ല. നിനക്ക് പാവപ്പെട്ട സിനിമയിലെ സീരിയലിലെ പെണ്ണിനെയല്ലേ അറിയൂ, നിനക്ക് ചന്ദനമഴയിലെ പെണ്ണിനെയല്ലേ അറിയൂ, നീതിമോളയല്ലേ അറിയൂ. എങ്കിലും പെങ്ങളെ, നിന്നെ പോലെ പച്ചവികാരമുള്ള, പച്ചയിറച്ചിയുള്ള വികാരമുള്ള, നിന്നെക്കാളും സൗന്ദര്യമുള്ള ഒരു പെണ്ണീ ഭൂമിയുടെ തൊടിക്ക് മുകളിൽ ജീവിച്ചിരുന്ന പെങ്ങള് മൈമൂനത്തുൽ മിസ്രിയ. സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം പെങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, റബീഅത്ത് ബിൻ അസ്ം ചാടിയെഴുന്നേൽക്കുകയാ, ഉറക്കത്തിൽ നിന്ന് ചാടിയെഴുന്നേൽക്കുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകുകയാ. തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കാണാനുള്ള മോഹം കൊണ്ടോ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ കാണാനുള്ള മോഹം കൊണ്ടോ പടച്ചവനെ വല്ലാത്ത പണ്ഡിതനോ മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോ ജനങ്ങൾ മുഴുവനും ഓടി വന്ന് മുസാഫഹത്ത് ചെയ്യുകയോ. അല്ലാഹുവേ, നമ്മളും ചെയ്യുമല്ലോ. അലിമീങ്ങളെ കാണുമ്പോ, പണക്കാട് തങ്ങന്മാരെ കാണുമ്പോ, പടച്ചവരെ നമ്മുടെ നേതാക്കന്മാരെ കാണുമ്പോ പടച്ചവരെ കയ്യിൽ പിടിച്ച് ചുംബിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. അല്ലാഹുവേ, അത് ബഹുമാനം കൊണ്ടോ, അത് സ്നേഹം കൊണ്ടോ? എന്റെ പ്രിയമുള്ളവരെ,
മൈമൂനത്തിൽ മിസ്രിയുടെ നാട്ടിലേക്ക് ചെല്ലുകയാണ്. റബീഅത്ത് ബിൻ അസ്മിനെ എല്ലാവരും വന്ന് മുസാബഖത്ത് ചെയ്യുകയോ. അവിടുന്ന് ചോദിച്ചു, ഈ നാട്ടിലെ മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്, എനിക്ക് അവളെ ഒന്ന് കാണണം. നാട്ടുകാർ മുഴുവനും മൈമൂനയെ തിരക്കി നടക്കുകയാണ്. നാട്ടുകാർ മുഴുവനും മൈമൂനയെ തിരക്കി നടക്കുകയാ. അവസാനം വന്നിട്ട് പറഞ്ഞു, തങ്ങള് ഈ നാട്ടിൽ 3 മൈമൂനമാരുണ്ട്, പക്ഷേ നിങ്ങൾ തിരയുന്നവരല്ല, അവർക്ക് അതിനുള്ള അവകാശമില്ല, അവര് മോശമായ ജീവിതം നയിക്കുന്നവരാ. റബിയ പറഞ്ഞു, അല്ല, മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണ് ഈ നാട്ടിലുണ്ട്. ആ സമയത്തൊരു മനുഷ്യൻ പറഞ്ഞു, തങ്ങള് ഒരു മൈമൂന എന്ന പേരുള്ള ഒരു ഭ്രാന്തി പെണ്ണുണ്ട് തങ്ങള്, അവൾക്ക് ഭ്രാന്താതങ്ങള്. അതിരാത്രി ഞങ്ങൾ മുഴുവനും ഉറങ്ങി കഴിയുമ്പോ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വന്ന് പാട്ട് പാടുന്നവളാ തങ്ങള്, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളാ തങ്ങള്. റബിയ പറഞ്ഞു, എങ്കിലും ഞാൻ തിരയുന്ന പെണ്ണവളോ? റബീഅത്ത് ബിൻ അസ്ം ചോദിച്ചവളുടെ വീട് എവിടെയാണ്? തങ്ങളെ അവക്ക് വീടില്ല, അവൾ പർവ്വതത്തിന്റെ മുകളിലാണ്. റബീഅത്ത് ബിൻ അസ്ം നടന്നു പോവുകയാണ്. പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്റെ സ്വർഗത്തിലെ മണവാട്ടി നമസ്കാരത്തിലോ, തന്റെ സ്വർഗത്തിലെ മണവാട്ടി നമസ്കാരത്തിലോ. അവസാനം എന്റെ പ്രിയമുള്ളവരെ നമസ്കാരം കഴിഞ്ഞു. റബീഅത്ത് ബിൻ അസ്ം പറഞ്ഞു, അസ്സലാമു അലൈക യാ മൈമൂന. അവിടുന്ന് സലാം പറയുകയാ. മൈമൂന തിരിച്ചു പറഞ്ഞു, വഅലൈക്കുമുസ്സലാം റബിയ. റബീഅത്ത് ബിൻ അസ്ം അത്ഭുതപ്പെടുകയാ. എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് മൈമൂന നീ എന്റെ പേര് വിളിച്ചത്? അവിടുന്ന് പറഞ്ഞു, എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു. ആ സമയത്ത് മൈമൂനത്തിൽ മിസ്രിയ പറയുകയാ, എന്നെ കാണാമെന്നതല്ലോ, എന്റെ സ്വർഗത്തിലെ മണവാളനല്ലേ, എനിക്കൊരാഗ്രഹമുണ്ട് റബിയ, എനിക്കൊരഭിലാഷമുണ്ട് റബിയ, ഒന്ന് സാധിച്ചു തരുമോ റബിയ? റബിയ ചോദിച്ചു, എന്തേ മൈമൂന? അവിടെന്ന് പറഞ്ഞു, റബിയ, നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനെന്ന് ഓതി തരുവോ റബിയ? നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ, നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയാ. റബീഅത്ത് ബിൻ അസ്ം അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മനോഹരമായ ശബ്ദം അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് മൈമൂനത്തുൽ മിസ്രി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാ. റബിയ ഓതുകയാണ്. ഓതി ഓതി അവസാനം ഇന്ന ലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തങ്ങ് ഓതേണ്ട താമസമുണ്ടല്ലോ. മൈമൂനയുടെ കൈകാല് വിറയ്ക്കുകയാണ്, കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്, ശരീരം മുഴുവനും വിയർക്കുകയാണ്. അവിടെന്ന് വിളിക്കുന്നു, റബിയ, ആയത്തൊന്നുകൂടെ ഓതുവോ, ആയത്തൊന്നുകൂടെ ഓതുവോ? നിങ്ങളുടെ നാവ് കൊണ്ട് ഓത് റബിയ, എന്റെ അഭിലാഷമാ റബിയ, എനിക്കതൊന്നുകൂടെ കേൾക്കണം റബിയ, എന്റെ സ്വർഗത്തിലെ മണവാളനല്ലേ, ഒന്നുകൂടെ ആയത്തോതുമോ? റബീഅത്ത് ബിൻ അസ്ം ഓതുകയാണ്. ഇന്ന ലദൈനാ അൻകാലം വജഹീമാ വതഅമൻ ദാ ഉസ്സതി വഅദാബൻ അലീമാ.
ഈ ആയത്തങ്ങ് ബോധേണ്ട താമസമുണ്ടല്ലോ. നരകത്തിന്റെ കുളത്തുകളെ കുറിച്ച്, ജനങ്ങളെ കുറിച്ച്, നരകവാസികളെ വലിച്ചടച്ചുകൊണ്ട് വരുന്ന രംഗത്തെ കുറിച്ച് പറയുന്ന ഖുർആനിലെ ഈ ആയത്തങ്ങ് ബോധേണ്ട താമസം മൈമൂനത്തിൽ മിസ്രിയ തറവിലേക്ക് വീഴുകയോ, കൈകാലുകൾ പിടയുകയാണ്. പടച്ചവരെ, റബിയ ഓടിച്ചെന്നിട്ട് വിളിക്കുന്നു മൈമൂന. ആ സമയത്ത് മൈമൂനത്തിൽ മിസ്രിയ പറയുന്നു അസ്സലാമു അലൈക യാ റബിയ. സലാം പറഞ്ഞു നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് കേട്ടപ്പോ നെഞ്ചു പൊട്ടികെട്ടും മരിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എങ്ങനെയും ഒരുമിച്ച് കൂടിയ പെങ്ങള്, നീ എത്രയോ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നവരോ, സീരിയലിന്റെ മുന്നിലിരുന്ന് കരഞ്ഞ് 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 നിന്റെ ജീവിതവും നിന്റെ ആഖിറത്തും നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും എന്തിനാ ഉമ്മ ഈ വയസ്സാം കാലത്ത് പോലും നീ നശിപ്പിച്ചു കളയുന്നത്? ഇത്രയും കൊല്ലം നീ അല്ലാഹനെ പേടിച്ച് ജീവിച്ചില്ലേ? ഈ അവസാനം തീരാൻ പോകുന്ന സമയത്തല്ല നീ നിന്റെ അന്ത്യം അവസാനം നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട വാപ്പാ, 40 കൊല്ലം നീ നിസ്കരിച്ചവനല്ലേ, അല്ലാഹനെ പേടിച്ച് ജീവിച്ചവനല്ലേ, ഖുർആനും ഓതിയവനല്ലേ? അവസാന കാലം എന്തിനാ? എല്ലാരും ആഖിറത്ത് നന്നാകാൻ ആഗ്രഹിക്കുമ്പോ, എല്ലാരും അവസാനം നന്നാക്കാൻ ആഗ്രഹിക്കുമ്പോ നീ എന്തേ തിരിച്ച് ചിന്തിക്കുന്നത്? എല്ലാവരുടെയും ആഗ്രഹം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാനല്ലേ. നീ എന്തേ തിരിച്ച് ചിന്തിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, അല്ലാഹുവിന്റെ ഖുർആൻ നിനക്കൊന്ന് നെഞ്ചോട് ചേർക്കാൻ കഴിയുമോ? ഖുർആൻ ഓതിയിട്ട് കരയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഖുർആനിലെ ഒരു 6 വരിയുള്ള സൂറത്ത് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 6 വരിയുള്ള ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാ. ഓതാൻ കഴിയുമോ? ഓതാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, ഈ സൂറത്ത് ഓതുന്ന സമയം കരയട്, ഈ സൂറത്ത് ഓതുന്ന സമയം കരയട്. കരച്ചൽ വരുന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ അഭിനയിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ